ആദ്യത്തെ പൊങ്കാലയാണോ അതോ വർഷങ്ങളായിട്ട് ഇടുന്നതാണോ? ഫസ്റ്റ് പൊങ്കാലയാ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പൊങ്കാലയുടെ അനുഭവം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള ചേച്ചിമാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യത്തെ പൊങ്കാല ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ പലതും ഞങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം അടുത്തുള്ളവര് ഹെൽപ്പ് ചെയ്യുകയും പറഞ്ഞു തരികയും സാധനങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്ത കാരണം എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ 2:15 വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്നാ എപ്പോഴാ വന്നേ ഇങ്ങോട്ടേക്ക്? ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ. ആക്ച്വലി ഇന്നലെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. വന്നൊന്ന് തൊഴുതിട്ട് ഇന്നലെ വരുന്ന വഴിക്കായിരുന്നു അറിയുന്നുണ്ടായിരുന്നത് നമ്മൾ ഈ പൊങ്കാല ഇടുന്നതിന് മുന്നേ ദേവിയോട് അനുവാദം ചോദിക്കണമെന്ന്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് നമ്മളൊന്ന് പറഞ്ഞിട്ടാണ് പൊങ്കാല ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അതാണല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഇട്ടപ്പോ തന്നെ എല്ലാം സുഗമമായി തന്നെ നടന്നതായാലും അത്രയും വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കാം അല്ലേ? ആദ്യത്തെ പൊങ്കാലയാണോ? ആദ്യത്തെ പൊങ്കാലയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ പറ്റി വലിയ അറിവോ ഒന്നുമില്ല. ഇവിടെ ഉണ്ടായ ചേച്ചിമാരൊക്കെ ഹെൽപ്പ് ചെയ്താണ് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്ത് സാധനങ്ങളൊക്കെ തന്നു. കുറച്ച് മിസ് ഔട്ട് ചെയ്തായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ. അങ്ങനെ ചെയ്തു. പിന്നെ എന്റെ സ്ഥലം കണ്ണൂരാണ്. അപ്പൊ പൊങ്കാല നമ്മൾ ടിവിയിലൊക്കെ കണ്ട് ഇതുവരെ ഇടാൻ സാധിക്കും എന്നുള്ളതൊരു സ്വപ്നത്തിൽ മാത്രം ഉണ്ടായ കാര്യമാണ്. പക്ഷെ ചെമ്പരത്തി എന്ന സീരിയലിലൂടെ തിരുവനന്തപുരത്ത് എത്തി. അങ്ങനെ പൊങ്കാല അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇടാൻ പറ്റി. അതാണ് ഇപ്പൊ ഇത്രയും വർഷം ഈ പറഞ്ഞ ടിവിയിലൂടെയും പറഞ്ഞു പറയും മാത്രമല്ല അത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇടാൻ പറ്റിയപ്പോ ഒരുപാട് സന്തോഷം. ആദ്യത്തെ പൊങ്കാലയാണ്. ഒറ്റയ്ക്ക് അല്ല, അമ്മയുടെ കൂടെ നേരത്തെ വന്നിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ആദ്യത്തെ പൊങ്കാലയാണ്. അടുത്ത വർഷവും വരണമെന്നാണ് ആഗ്രഹം. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും എല്ലാം സഫലമാവട്ടെ എന്നാണ് പ്രാർത്ഥന. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊങ്കാല ആദ്യമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. കാരണം എല്ലാവരും ആദ്യമായി കാണുന്ന ആളുകളാണ് നമ്മുടെ അടുത്തിരിക്കുന്നതെങ്കിൽ പോലും അവരൊക്കെ നല്ല രീതിയിലൊക്കെ സഹായിക്കും. അങ്ങനെ പൊങ്കാലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ ചൂട്, പുക, അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? പക്ഷെ എന്റെ സ്ഥലം പാലക്കാടാണ്. പാലക്കാട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇതിലും വലിയ ചൂട് കണ്ടിട്ടല്ലേ? പക്ഷെ ചൂടുണ്ടെങ്കിലും പാലക്കാട് ചൂട് പുകയും തീയുടെ തൊട്ടടുത്തിരുന്നിട്ട് ചെയ്യുന്ന അതൊരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പക്ഷെ മനസ്സിൽ നമ്മൾ ദൃഢമായിട്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഒരു എന്താ പറയാ, പ്രസാദം നല്ല രീതിയിൽ വരണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു മനസ്സിന്റെ ഒരു ദൃഢതയുണ്ടല്ലോ. അത് കാരണം എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം കാണുന്നത് നമ്മളേക്കാൾ പ്രായമുള്ള അമ്മമാര് വരെ ആ ഒരു മനസ്സിൽ വിശ്വാസത്തോടെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഓക്കെ, ഇത് കിട്ടിയത് വലിയൊരു അവസരം തന്നെയാണ്, ചെയ്യാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ആക്ച്വലി ഒരു 7 വർഷമായി ഞാൻ ട്രിവാൻഡ്രം ഷൂട്ടിന്റെ കാര്യത്തിൽ വന്നു പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ സത്യാവസ്ഥ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ടൈമിലും പൊങ്കാല സമയത്ത് എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാം ക്ലോസ് ചെയ്യുന്നത് കാരണം ഷൂട്ടെല്ലാം നമുക്ക് ഉണ്ടാവാറില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ വണ്ടി കയറി നേരെ പാലക്കാട് പോകും. ഇത്തവണ നമ്മൾ പാലക്കാടായിരുന്നു. പക്ഷെ എന്തോ ദേവി തോന്നിപ്പിച്ചതായിരിക്കാം, ഇങ്ങോട്ട് വരാൻ പറ്റി, വരണമെന്ന് തോന്നി, എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. എന്താ നിവേദിച്ചത് ദേവിക്ക്? നിവേദിച്ചത് ശർക്കര പായസം. ഇനി അടുത്ത തവണയൊക്കെ വരാനൊക്കെ പ്രാർത്ഥിച്ചു. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഇടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താ നിവേദിച്ചത്? എന്താ നിവേദിച്ചത് ഇന്ന്? ശർക്കര പൊങ്കാല. ഇപ്പൊ നേരത്തെ ഉണ്ട്. ഇപ്പൊ പറഞ്ഞാൽ അമ്മയുടെ കൂടെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇടുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.